ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരു ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മൾ ചതയം മുതൽ ചതയം വരെ ഗുരുദേവ ചരിതാമൃതങ്ങളിലൂടെ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമുക്ക് ഗുരുവും കുമാരവുമായുള്ള സമാഗമത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നമുക്കറിയാം, ഗുരു ഏകാന്തമായി പല സ്ഥലങ്ങളിലും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഗുരു എവിടെ എത്തിയിരിക്കുന്നു എന്നറിയുമ്പോൾ ധാരാളം ജനങ്ങൾ കാണാൻ വേണ്ടി വരും. സ്വാമിയെ ഒരു നോക്ക് കാണുവാനും അവരുടെ സങ്കടങ്ങൾ പറയുവാനുമായി എത്തുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഗുരു കായിക്കരയിലെത്തി. ധാരാളം ആൾക്കാർ സ്വാമി സന്ദർശനത്തിനായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരോടെല്ലാം ചിലതെല്ലാം പറഞ്ഞും കേട്ടും ഇരിക്കുന്നതിനിടയിൽ യൗവനത്തിലേക്ക് കാലൂന്നാൻ തുടങ്ങിയ ഒരാൾ സ്വാമിയുടെ മുമ്പാകെ ആഗതനായി. നല്ല ആരോഗ്യവും രക്തപ്രസാദവുമുള്ള കുറുകിയ ശരീരം, തടിച്ച കഴുത്തിന് മുകളിൽ വലിയ തല, തെളിഞ്ഞ മുഖത്ത് കണ്ണുകൾ പ്രകാശിക്കുന്നു. അടുത്തു നിന്നവർ ആളിനെ സ്വാമിക്ക് പരിചയപ്പെടുത്തി. കുമാരൻ എന്നാണ് പേര്, കുമാരു എന്ന് വിളിക്കും. നല്ല കവിതാവാസനയുണ്ട്, അസാധാരണത്വമുണ്ടെന്ന് ആളെ കണ്ടപ്പോൾ തന്നെ സ്വാമിക്ക് മനസ്സിലായി. ഓഹോ, കവിതാവാസനയുണ്ടല്ലേ, എഴുതിയ കവിത ഏതെങ്കിലും ചൊല്ലി കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചു. താൻ എഴുതിയ ചില പദ്യങ്ങൾ കുമാരു സ്വാമിയെ ചൊല്ലി കേൾപ്പിച്ചു. അതിൽ സമസ്യാപൂരണവും ഉണ്ടായിരുന്നു. പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ പാഠശാലയിൽ വെച്ച് നൽകിയ ഒരു സമസ്യയുടെ പൂരണമായിരുന്നു അതിലൊന്ന്. ചില പദ്യങ്ങളെല്ലാം ചൊല്ലിക്കേട്ട് കഴിഞ്ഞപ്പോൾ കുമാരുവിൻ്റെ മറ്റു രചനകളെക്കുറിച്ചും കൂടുതൽ അറിയാനുള്ള ഔത്സുക്യം സ്വാമി പ്രദർശിപ്പിച്ചു. തൻ്റെ കവന പരിശ്രമങ്ങൾ സ്വാമിയെ കാണിക്കണമെന്ന ആഗ്രഹം കുമാരുവിനുമുണ്ടായി. അങ്ങനെ താൻ രചിച്ച ചില കൃതികൾ, വള്ളീവിലാസം, അമ്മാനപ്പാട്ട്, ഉഷാ കല്യാണം, നാടകം തുടങ്ങിയവയൊക്കെ സ്വാമിയെ കാണിച്ചു കൊടുത്തു. അത്യന്ത ശ്രദ്ധയോടെ, എന്നാൽ ചെറുമന്ദസ്മിതത്തോടെ സ്വാമി അതൊക്കെയും വായിച്ചു നോക്കി. അരികത്ത് വിടർന്ന കണ്ണുകളോടും നിറഞ്ഞ ആദരവോടും കൂടി കുമാരു കാത്തുനിന്നു. ശാന്തഗഹനമായ നിശബ്ദത കുറച്ചു സമയം അവിടെ ആധിപത്യം ചെലുത്തി. സ്വാമി ശിരസ്സുയർത്തി സാവധാനം കുമാരുവിനെ വാത്സല്യപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, കുമാരന് നല്ല വാസനയുണ്ട്, അത് തെളിയും. എന്നാൽ എന്തായിരിക്കും സ്വാമി പറയാൻ പോകുന്നത്? എന്തോ ഗൗരവമുള്ള കാര്യമായിരിക്കുമെന്നത് തീർച്ച. എന്നാൽ ബാക്കി എന്തായിരിക്കും? താൻ എന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട എന്തോ ദിവ്യോപദേശമായിരിക്കും എന്ന് കുമാരു ആകാംക്ഷയോടെ ശ്രദ്ധിച്ചു. സ്വാമി ആ വാചകം പൂർത്തിയാക്കി. എന്നാൽ ശൃംഗാരപദ്യങ്ങൾ എഴുതരുത്, അത് നന്നല്ല. ഒരു വരം ലഭിച്ച ആനന്ദ പാരവശ്യത്തോടെ ആ യുവാവ് ആ നിർദ്ദേശം ഏറ്റുവാങ്ങി തൻ്റെ ഹൃദയത്തിൻ്റെ ചെപ്പിനുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുക തന്നെ ചെയ്തു. വീണ്ടും കാണണമെന്ന നിർദ്ദേശത്തോടെയാണ് അന്ന് കുമാരുവിനെ സ്വാമി യാത്ര അയച്ചത്. അനേക ഹൃദയങ്ങളിൽ സൗരഭ്യം വിതറാൻ പോകുന്ന ഒരു കുസുമത്തെ അതിൻ്റെ മുട്ടിൻ്റെ പാകത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് സ്വാമിയാണ്. അത് വികസിക്കണം, വികസിച്ച് നറുമണത്താൽ ലോകത്തെ വിസ്മയിപ്പിക്കണം. അതിന് ചില സാഹചര്യങ്ങൾ ആവശ്യമാണ്. അതിനു മുമ്പ് ആ പൂമട്ടിനെ കരണ്ട് മുരടിപ്പിക്കാവുന്ന പുഴുവിൽ നിന്ന് അതിനെ മോചിപ്പിക്കുകയും വേണം. അതുകൊണ്ടാണ് ആദ്യമായി സ്വാമി ആ ഉപദേശം നൽകിയത്. എന്നാൽ ശൃംഗാരപദ്യങ്ങൾ എഴുതരുത്, അത് നന്നല്ല. അന്ന് സ്വാമിയുടെ സന്നിധാനത്തിൽ നിന്നും കുമാരു മടങ്ങിയത് ഒരു വലിയ ഉണർവിന് വിധേയനായിട്ടാണ്. ആ യുവഹൃദയം സ്വാമിയുടെ ചൈതന്യത്തിൽ പൂർണ്ണമായും മുഴുകി. നമുക്ക് അനേകം കൃതി കുമാരുവിൻ്റെതായി ലഭിച്ചു. ആ
കുമാരവും സ്വാമിയുമായുള്ള ആദ്യ സമീപനം, ആദ്യ സമ്പർക്കം, അതൊരു കണ്ടെത്തലായിരുന്നു. ഒരു നല്ല കവിയെ രൂപപ്പെടുത്തുന്നതിനുള്ള കണ്ടെത്തൽ. നന്ദി, നമസ്തേ.